അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. നമ്മൾ അതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ചെറുപയർ പരിപ്പാണ്. നമ്മളിത് 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത ചെറുപയർ പരിപ്പാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് സാധനങ്ങളുണ്ട്. അത് കറിവേപ്പിലയാണ്, പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ പെരുംജീരകം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മളൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. നല്ല ഫൈനായിട്ടല്ല, ഒന്ന് നല്ല തരിതരിയായിട്ട് തന്നെ ഒന്ന് ചതച്ചൊക്കെ എടുക്കത്തില്ല, ആ ഒരു രീതിയിൽ നമുക്ക് എന്താ ഒന്ന് പിടിച്ചാൽ നമ്മുടെ വടയുടെ ഷേപ്പിൽ കിട്ടുകയും ചെയ്യണം. ആ രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ മാവെല്ലാം നല്ല റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അരച്ചതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ കോൺഫ്ലവർ ആണ് ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടി 2 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ അരച്ചെടുത്തത്. വെള്ളമൊന്നും വേറെ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് കുതിർന്ന നമ്മുടെ ഇതായതുകൊണ്ട് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും എടുക്കാം. നമുക്ക് കോക്കനട്ട് ഓയിലിൽ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ സാധാരണ കുക്കിംഗ് ഓയിൽ ഏതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മളിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ എണ്ണ അത് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മളുടെ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഈ ചെറിയ ഉണ്ടകളാക്കി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. വലിയ ഷേപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഒത്തിരി തീ വേണ്ട, എന്നാലും തീരെ ലോ ആകരുത്. ആ രീതിയിൽ വേണം നമുക്ക് ഫ്ലെയിം വെക്കാനായിട്ട്. ഇത് ഒത്തിരി കട്ടിയില്ലാതെ വേണം എടുക്കാനായിട്ട്, കാരണം നമ്മുടെ ഇതിൻ്റെ അകം വശം വേഗം കൂടെ ചെയ്യണം. അപ്പം നമുക്ക് ഇതേപോലെ നമ്മുടെ ചീനച്ചട്ടിയുടെ വലുപ്പം അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് വെന്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്കതൊന്ന് തിരിച്ചിടണം. എന്നിട്ട് അങ്ങനെ നമുക്ക് വെന്തെടുക്കാവേ. അപ്പം നമ്മളിങ്ങനെ പെതിയെ ഓരോ സൈഡ് ഇളക്കിയിട്ട് നമുക്ക് 2 സൈഡ് നന്നായിട്ട് മൂപ്പിച്ച് വെന്ത് എടുക്കണം. ഇട്ട ഉടനെ തന്നെ ഇളക്കല്ല, അതെല്ലാം വിട്ടുപോകും, നമ്മുടെ ഒരു ഷേപ്പൊക്കെ വിട്ടുപോകും. അത് കാരണം നമ്മൾ ഇട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കുക. ഇപ്പം നമ്മുടെ ഈ ഒരു സെറ്റ് വട നമുക്ക് കോരി എടുക്കാവേ. അപ്പോൾ വട കോരി എടുക്കുന്ന സമയത്ത് സ്വല്പം തീ കൂട്ടിയതിന് ശേഷം വേണം കോരി എടുക്കാൻ, കാരണം ഇതിലേക്ക് എണ്ണ അധികം കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു സെറ്റ് നേരത്തെ തന്നെ കോരിയായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഇടുന്ന ഒരു ഒച്ച കേൾക്കുമ്പോൾ തന്നെ അറിയരുത്, നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. അപ്പം നമുക്ക് ഇതുപോലെ ഉണ്ടല്ലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വട ചെയ്യാം. ഞാനൊന്ന് കഴിച്ചും കൂടെ നോക്കട്ടെ. ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കും പറയും ഇത്രമാത്രം. അടിപൊളി ടേസ്റ്റും ഉണ്ട്. നല്ല ആ ഒരു ടേസ്റ്റൊക്കെ ഇല്ല, നല്ല ഈ പരിപ്പടയുടെ ടേസ്റ്റ് അല്ല കേട്ടോ. നല്ല ഒന്ന് ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം തന്നെ. നന്നായിട്ട് അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നല്ല കിടുക്കാച്ചി ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ പെരുംജീരകമൊക്കെ ഇട്ടില്ല, അതിൻ്റെ എല്ലാം കൂടി ടേസ്റ്റ് വരുമ്പോഴല്ലോ സൂപ്പർ. ആദ്യം എടുത്തത് ഇച്ചിരി ചൂടുണ്ട് ഇപ്പോഴും, ശരിക്കും അറിയിട്ടില്ല. എന്നാലും അവർ കഴിക്കാനുള്ളൊരു ആകാംക്ഷ കാരണം ഒരെണ്ണെടുത്തും കഴിച്ചു പോയതാണ്. അപ്പോഴേ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കിട്ടും സാധനം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പരിപ്പുവടയൊക്കെ ഉണ്ട്. ഇപ്പോൾ വ്യത്യസ്തമായും എന്നാൽ കുറേ കൂടി ഹെൽത്തിയും കൂടെ ആയിട്ടാണ് നമ്മുടെ ചെറുപയർ പരിപ്പ് വെച്ച് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കുന്നില്ല അധികം നേരം, കാരണം ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് ഒന്ന് പറയണം. അപ്പോഴേ അതിന് മനസ്സിലത്തുള്ളൂ ഞാൻ പറഞ്ഞ സത്യമാണെന്നുള്ള കാര്യം. അതൊന്ന് ചെയ്ത് നോക്കണേ, മറക്കരുത്. ഇപ്പം ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയണേ എങ്ങനെ ഉണ്ടായിരുന്ന ആ ടേസ്റ്റ് എന്ന്. കിടു ടേസ്റ്റ് ആയിരിക്കും. ഇനി മല്ലിയിലയൊക്കെ അതിൻ്റെയൊക്കെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ഒരു കുഴപ്പമില്ല. അപ്പോൾ കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ നാടൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ കറിവേപ്പില ചേർക്കുന്നതായിരിക്കും കുറേ കൂടെ ടേസ്റ്റി ആയിട്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കറിവേപ്പില മാത്രം ഇട്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. മാത്രമല്ല നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലേ, അത് ഇതുവരെ ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ അതൊന്ന് ഓൺ ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ലേ അതും കൂടെ ഒന്ന് ഓണാക്കി വെക്കുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. മാത്രമല്ല കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അവർക്കും ഇതുപോലുള്ള നല്ല സ്നാക്സൊക്കെ റെഡിയാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ അടുത്തൊരു വ്യത്യസ്തമായ റെസിപ്പിയുമായിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ വാട ഇവിടെ റെഡി. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.